അവിടെ പാർക്ക് ചെയ്തോളൂ. കഴിക്കാൻ ഇവിടെ എന്തൊക്കെയാ ഉണ്ടാവുക? ഇവിടെ ചിക്കൻ ഫ്രൈഡ് റൈസ്, മിൽക്ക് ഷേക്ക്, നൂഡിൽസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഓർഡർ ചെയ്യട്ടെ. ഞാൻ വെജിറ്റേറിയനാ. കിട്ടണത് എന്താന്ന് വെച്ചാൽ വിഴിക്കാൻ നോക്ക്. വെജിറ്റേറിയൻ. എന്റെ കാശില്ല കേട്ടോ. കാശില്ലാതെ വയറും വായിട്ട് ഇറങ്ങിയിരിക്കുക, കാലും ഫിറ്റ് ചെയ്ത്. ചേട്ടാ പുട്ടോ ഏത്തപ്പഴം എന്താണെന്ന് വെച്ചാൽ വേഗം അണ്ണാക്കിലേക്ക് തള്ളി കൊടുത്തേ. തന്റെ മോന്തക്ക് തീ പിടിച്ച ഒറ്റ ആന്തല കട മുഴുവൻ കത്തിപ്പോവും. ലഡു ഒക്കെ ഉണ്ടല്ലോ. ചേട്ടാ ഈ ചെറുപഴം എന്താവല്ല? ചേട്ടാ ഡെറ്റോൾ ഉണ്ടോ? ഇല്ല, ചമ്മന്തി ഉണ്ട്. ചമ്മന്തി വെച്ച് ആരെങ്കിലും കൈ ഒഴുകൂടും. കുറച്ച് ചൂടുവെള്ളം തന്നെ. നാളെ കണിയുണ്ടതാവും. തനിക്കൊരു ജെട്ടി ഇട്ടുടോ. ഇൻസേർട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുക വൃത്തിയട്ടവൻ. വെള്ളം വെള്ളിട്ട് ഇറങ്ങാൻ ഇവനാരും മാലാകിയ. ചൂടുവെള്ളത്തിന് വരെ തിളച്ചോളാണോ തരുന്നത്? ചേട്ടാ കരിക്കൊഴിച്ച വെറുതെ തൂക്കിട്ടേക്കല്ല. കരിക്കൊഴിക്ക് കരിക്കൊഴിക്ക്. അവിടെ എന്താ വേണ്ട? നിന്റെ അടുത്ത് ഈ നാട്ടിൽ കാലുകുത്തരെന്ന് പറഞ്ഞിട്ടില്ലടാ പന്നി. ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല. പിന്നെ നിന്റെ അമ്മായി അമ്മയ്ക്ക് നായരെ തപ്പി ഇറങ്ങിയാടാ നീ. എന്നെ തല്ലരുത്, ഞാൻ പൊക്കോളാം. വേണ്ട, ഇനി എന്നെ തല്ലരുത്. തല്ലിയ നീ എന്തിനാ? വെട്ടടാ അവനെ. ഞാൻ വച്ചിട്ടുണ്ടോ എല്ലാം നശിപ്പിച്ചിട്ട് പിന്നെയും കയറി വന്നിരിക്കുന്നവൻ. ഞാൻ വച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് തല്ലിയത്? ഞാൻ തല്ലില്ലേ? അതെന്തിനാ ചോദിച്ചേ? വഴക്കുണ്ടാക്കിട്ട്. എന്തിനാ വഴക്കുണ്ടാക്കിയത്? ദേഷ്യം ഉണ്ടായിട്ട്. എന്തിനാ ദേഷ്യം ഉണ്ടായത്? ഇഷ്ടമല്ലഞ്ഞിട്ട്. എന്തിനാ ഇഷ്ടമില്ലാതെ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കിയത്? ആരായാള്? എന്റെ ഏട്ടനാ. സ്വന്തം ഏട്ടനെ തല്ലിയേ? ആ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയാ. അച്ഛനെ തല്ലേ തുടങ്ങാറ്. ഇത്തവണ അച്ഛനെ കിട്ടില്ല, അതുകൊണ്ട് ഏട്ടനെ തല്ലി. ആ, എല്ലാ കിന്നേരം അറിയണോ അല്ലേ? ഗോപി, ഗോപി, ഗോപിയോ? ആരാ ഗോപി? ഇയാടെ പേര് ഗോപിന്നാ? ഇയാൾക്ക് ഇവിടെ എന്താ പേര്? നല്ല ചീത്ത പേരാ. ആ, അതിപ്പോ മനസ്സിലായി. തല്ലായിരുന്നു ഞാൻ പലവട്ടം പറഞ്ഞ കേട്ടില്ല. ഇവിടെ തങ്ങാമെന്നൊന്നുമല്ല, പോവാ ഞാൻ. പോവേ? വന്ന് പെട്ടുപോയതാ ഇവിടെ. അപ്പോ നീ ഇന്ദുവിന്റെ കല്യാണത്തിന് വന്നല്ലേ? ഇന്ദുവിന്റെ കല്യാണം? അതെ, ഏട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. അത് ശരി, നീ വന്നു കേട്ടപ്പോ ഞാൻ കരുതി ഒക്കെ അറിഞ്ഞിട്ട് വന്നതാവുന്ന്. ചെറിയേട്ടനെ കല്യാണത്തിന് മുമ്പൊന്ന് കാണൂന്നുള്ള അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടുന്നാ ഞാൻ കരുതിയെ. ദൈവം കേട്ടൊന്നുമല്ല, ഈ പിശാശ് തീവണ്ടിന്ന് ചാടി ഇറങ്ങിയപ്പോ ഇതിനെ പിടിച്ച് കയറ്റാൻ ഇറങ്ങിയത് ഞാൻ. ആരാ ഇത്? ആ, എനിക്കറിഞ്ഞൂടാ. നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ മുടിഞ്ഞ നാട്ടിൽ ഇറങ്ങില്ലായിരുന്നു ഞാൻ. ഇവിടെ നിനക്ക് മുടിഞ്ഞ നാടായത് എപ്പോഴാടാ? മുടിപ്പിച്ച ഞങ്ങളാണോ? ഇവിടെ വരെ വന്നിട്ട് കല്യാണം കൂടാതെ പോവാണെങ്കിൽ നീ പൊയ്ക്കോ.
എന്തായാലും ഇനി വ്യാഴാഴ്ച അടുത്ത ട്രെയിനുള്ളൂ. ആ റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത് കൊതുകടി മുട്ടടി ഒന്നും കൊള്ളണ്ട. വാ. ആരാത്? കള്ളിയാങ്കാട്ട് നീലി. ചോര ഓടിക്കാൻ വിളിക്കണേ. എല്ലാം അറിയണം തീപ്പെട്ടി കൊള്ളിക്ക്. ചൂത് കളിച്ച് കുടുംബം കുളം തോട്ടിട്ട് ഇറങ്ങി പോയപ്പോ ഇവൻ പറഞ്ഞ വലിയ വർത്തമാനൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതും എന്തൊക്കെ പറഞ്ഞിട്ടാ ഇവിടെ ഇറങ്ങിപ്പോയത്? നശിപ്പിച്ചതെല്ലാം തിരിച്ചെടുക്കാനുള്ള കാശും കൊണ്ട് ഇവിടെ കാലുകുത്തുന്നു. മതി. ഒന്നുമില്ലേലും അവൻ വന്നല്ലോ. ഈ തറവാട്ടിൽ അവസാനമായിട്ട് നടക്കാൻ പോണ ഒരു നല്ല കാര്യ. അതൊക്കെ ശരിയാ. പക്ഷെ ലക്ഷ്മിയുടെ വാക്ക് കേട്ടോണ്ടാ ഇന്ദുവിന്റെ കല്യാണം നിശ്ചയിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പൊന്നാരനിയൻ വന്നപ്പോ ഇനി നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങൾക്ക് വല്ല മാറ്റം ഉണ്ടെങ്കിലേ ഇപ്പോഴേ തുറന്നു പറയണം. പിന്നെ ഇവളുടെ കല്യാണം നടത്താനായിട്ട് ഞങ്ങളുടെ കാല് പിടിക്കാൻ വന്നേക്കരുത്. അവൻ ഒരു അഭിപ്രായവും പറയാനില്ല. നിങ്ങളോടൊക്കെ പറഞ്ഞ വാക്ക് മാറ്റാനും പോണില്ല. എല്ലാരും കൂടി ഈ കുട്ടിയെ സന്തോഷമായിട്ടൊന്ന് കെട്ടിച്ചയച്ചാ മതി. വിവരം ഉണ്ടോ നിങ്ങളുടെയൊക്കെ കാരണവന്മാർക്ക്? പണ്ട് ഈ തറവാട് പണിതപ്പോ ഒരു 3-4 തേക്ക് കൂടി കേട്ടിരുന്നെങ്കിൽ കാശ് ഇപ്പൊ എത്ര വാരായിരുന്നു? മരം വളരെ കുറവാ, കല്ലിനാണേ വിലയില്ല. എന്നാ താനൊരു ലോഡ് കല്ലെന്റെ വീട്ടിൽ ഇറക്കിത്താടോ. കാരണം അല്ലേട്ടാ, എത്ര നേരം ഇയാൾ അളക്കാൻ തുടങ്ങിയിട്ട് അവിടെ? താനിപ്പോ ഉള്ളതിന്റെ വില പറഞ്ഞാ മതി. അകത്തളത്തിലെ തൂണൊക്കെ ഈട്ടിക്കൊണ്ട് തന്നെയാ. പക്ഷെ മച്ച് തേക്കാം. അതുമല്ല, കെട്ട് കുമ്മായവും ചെത്തുകല്ലും കൊണ്ടാ. പൊളിക്കണ കാശ് എന്റെ കയ്യിൽ നിന്ന് പോവും. ഇനി നിന്റെ ചെറിയേട്ടൻ കല്യാണത്തിന് കൂടിയില്ലെന്ന് പറഞ്ഞ് കണ്ണിറക്കണ്ട. ഇത്തിരി പൊക്കം വണ്ണം കൂടിയെന്നുള്ളൂ. ഇവളിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. എന്നാലും ചെറിയേട്ടൻ ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. ഏയ്, ആ സ്വഭാവത്തിനൊരു മാറ്റമില്ല. പഴയ പൊട്ടിപ്പെണ്ണ് തന്നെ അല്ലടി. ആരേത്? വഴി കിടന്ന് കിട്ടിയതാ. വഴിന്നോ? നമ്മള് പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ വഴി കിടന്ന് കണ്ണാടി തുണ്ട്, ചിപ്പി, ബട്ടൺസ് അതുപോലെയുള്ള കുന്ത്രാടകളൊക്കെ ഇട്ട് വരുന്നില്ലേ? അതൊക്കെ എടുത്ത് നമ്മൾ കീശയിലിട്ട് വരുന്നില്ലേ? അതുപോലെ വഴിയിൽ നിന്ന് കിട്ടിയ ഒരു കുന്ത്രാണ്ട അത്. തറവാട് പൊളിച്ചു വിട്ടിട്ട് വേണോ ഈ കല്യാണം നടത്താൻ? പൊളിക്കാനും വിൽക്കാനൊന്നും ഇഷ്ടമുണ്ടായിട്ടല്ല. അച്ഛന് ഇന്നോ നാളെന്ന് പറഞ്ഞ് കിടപ്പായിട്ട് മാസം 6 ആയി. രാഘവേട്ടനെ കുട്ടികളെ വിട്ട് ഞാൻ എത്ര നാളാച്ച എവിടെ നിന്ന് നിൽക്കുക? ഇന്ദുവിന് ഒറ്റയ്ക്ക് അച്ഛനെ നോക്കാനാവോ? അച്ഛന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ഇവക്ക് ആരാ ഉണ്ടാവുക? തിരിഞ്ഞു നോക്കില്ല എന്റെ ഏട്ടന്മാര്. എന്റെ ഇന്ദുവിന്റെ പേരിലാ തറവാട്. അത് എഴുതി കൊടുക്കാന്ന് പറഞ്ഞിട്ടാ അവരിങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നതും സകല ചെലവുകൾ വഹിച്ചോളാന്ന് പറഞ്ഞതും. അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു പുര അടിക്കാനും തെളിക്കാനൊക്കെ ഉള്ള വക ആർക്കാ ഉള്ളത്? അതുകൊണ്ടാ അറയും പുരയൊക്കെ പൂട്ടി അച്ഛൻ ഈ ചാവടിയിലേക്ക് താമസാക്കിയത്. അവരത് പൊളിക്കേ വിക്കേ എന്താ ചായിക്കോട്ടെ. ഈ പെണ്ണൊന്ന് രക്ഷപ്പെട്ടാ മതിയെന്നേ ഉള്ളൂ എനിക്ക്. നിനക്ക് അച്ഛനെ കാണണ്ടേ? വേണ്ട, അച്ഛൻ അറിയണ്ട ഞാൻ വന്നത്. ഞാനുണ്ടാക്കി വെച്ച കടവും ബാധ്യതയൊക്കെ തീർത്തിട്ടേ അച്ഛന്റെ മുമ്പിൽ വരുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയതാ. ആ വാക്ക് തെറ്റിക്കണ്ട. എനിക്കൊരല്പം സമയം കൂടി വേണം. ആ വാക്ക് ഞാൻ തെറ്റിക്കില്ല. ഓ, ഈ ബാഗും താനോട് ഒരുമിച്ചാണ് തന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നത്. തന്റെ തലയിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നേ, എന്റെ കയ്യിലല്ലേ. കള്ളന്മാരൊക്കെ നിറയുള്ള കാല. വിലപിടിപ്പുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നേക്കും. പിന്നെ അതിനകത്ത് ഇരിക്കല്ലേ? അല്ല, ഞാൻ അലമാര വെച്ച് പൂട്ടിയേക്കാം. താക്കോൽ എപ്പോഴും എന്റെ മടിയിലുണ്ടാവും. ഇവിടുത്തെ അലമാരിയിൽ എന്തിരുന്നിട്ടാണോ ഇത്ര പൂട്ടണത്? പട്ടിണിയും ദരിദ്രമായിരിക്കും. ആരാ ഈശ്വര അലമാരി കണ്ടുപിടിച്ചത്? ഞാനും വന്നോട്ടെ. ഇയാളെന്തിനാ ഈ മുറി കുത്തി തുറക്കുന്നേ? ഇതെന്റെ മുറിയാ, കണ്ടു പൂട്ടിട്ട് പോയതാ. ഇതാരുടെ ഇതൊക്കെ? ഇയാള് വല്ലയിടത്തുനിന്നും കട്ടോണ്ട് വന്നതോ മറ്റാണോ? അല്ല, ഇതൊക്കെ എന്റെ തന്നെയാ. അയ്യടാ, അയ്യപ്പൻ വിളക്കിന് അലാവുദ്ദീൻ എന്താ കാര്യം? അലാവുദ്ദീനാ? അതായത് എന്റെ അമ്മായിപ്പനാ.
അല്ല എന്റെ അച്ഛൻ. എന്നാ അലാവുദ്ദീൻ ആയിരിക്കില്ല, അലവലാദീന്നായിരിക്കും. പുറവട്ടി. എന്താ പറഞ്ഞ? അല്ല ഇയാളുടെ മുറിയിൽ എന്താ ഈ കൊട്ടും വാദ്യമൊക്കെ? ആരുടെ ഈ വീണ? ഇത് എന്റെ അമ്മയുടെ വീണയാ, എന്റെ വീണയാ.